ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2യിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യാവതാരത്തെ കുറിച്ചാണ്. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം പ്രപഞ്ചപാലകനായ മഹാവിഷ്ണുവിൻ്റെ 10 പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം. വൈവസ്വത മനുവിൻ്റെ ഭരണകാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത്. ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകൾ അപഹരിച്ചു. അപ്പോൾ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ തിരിച്ചെടുക്കുന്നതിനായി മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടു. മത്സ്യത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണം ശതപഥ ബ്രാഹ്മണത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ അതിൽ മത്സ്യം ഏതെങ്കിലും പ്രത്യേക ദേവതയുമായി ബന്ധപ്പെട്ടിട്ടില്ല. പിന്നീട് മത്സ്യാവതാരം ബ്രഹ്മാവിൻ്റേതായി കണക്കാക്കുകയും എന്നാൽ അതിനുശേഷം വിഷ്ണുവിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്നു. വൈവസ്വത മനു സ്നാനാദി കർമ്മങ്ങൾക്കായി കൃതമല നദിയിൽ ഇറങ്ങിയ നേരം ഒരു മത്സ്യം തന്നെ രാജാവിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടു. ദയാലുവായ രാജാവ് മത്സ്യത്തെ മൺകുടത്തിൽ വളർത്തി. കാലക്രമേണ മത്സ്യം വളർന്നു. മത്സ്യത്തെ ഗംഗാനദിയിൽ നിക്ഷേപിച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഗംഗാനദി മത്സ്യത്തെ വഹിക്കാൻ അശക്തിയായി. ഒടുവിൽ മത്സ്യം രാജാവിനോട് 7 ദിവസത്തിനുള്ളിൽ ഭൂമിയിൽ മഹാപ്രളയം സംഭവിക്കുമെന്നും ഒരു തോണി നിർമ്മിച്ച് സപ്തഋഷികളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാപ്രളയ സമയത്ത് മത്സ്യത്തിന് മുളച്ച കൊമ്പിൽ തോണിയുമായി ഹിമവത് ശൃംഗത്തിലെത്തി. മനുവും സപ്തഋഷികളും ജീവജാലങ്ങളുടെ ഏതാനും ബീജങ്ങളും മാത്രം അവശേഷിച്ചു. മത്സ്യാവതാര കഥ വന്ധ്യാന്തരേണ ക്രൈസ്തവരുടെ ബൈബിളിലും കാണുന്നു. മഹാഭാരതത്തിലെ വനപർവം മത്സ്യോപാഖ്യാനം എന്ന അധ്യായത്തിൽ മത്സ്യകഥ കാണപ്പെടുന്നു. ഒരിക്കൽ മഹാഭക്തനായ സത്യവ്രതൻ എന്ന തെക്കൻ പ്രദേശത്തെ രാജാവ് കൃതമാല നദിയിൽ കുളിച്ചു തർപ്പണം നടത്തുമ്പോൾ നദിയിൽ നിന്നൊരു കുഞ്ഞു മത്സ്യം രാജാവിൻ്റെ കയ്യിലകപ്പെട്ടു. അതിനെ രാജാവ് ഒരു കുടത്തിലെ വെള്ളത്തിലിട്ടു. ദിവസം പ്രതി മത്സ്യം വളർന്നു വന്നു. കുടത്തിൽ നിന്നും കലശത്തിലും അതിൽ നിന്ന് കിണറ്റിലും അവിടെ നിന്ന് പിന്നീട് പൊയ്കയിലും മാറ്റിവിട്ടെങ്കിലും എങ്ങും കൊള്ളാതെ വന്നപ്പോൾ അതിനെ പുഴയിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചു. അന്നേരം മത്സ്യം പറഞ്ഞു, അയ്യോ മഹാരാജാവേ, പുഴയിൽ എന്നേക്കാൾ വലിയ മുതലകൾ ഉണ്ടാവും. എനിക്ക് പേടിയാണ്. പിന്നീട് അതിനെ സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ രാജാവ് ഒരുങ്ങി. മനുവിനാൽ സമുദ്രത്തിൽ അകപ്പെട്ട മത്സ്യം അദ്ദേഹത്തോട് പറഞ്ഞു, താമസിയാതെ 3 ലോകവും പ്രളയ സമുദ്രത്തിൽ മുങ്ങും. പ്രളയ സമുദ്രത്തിൽ അകപ്പെടുന്നതിന് മുൻപായി കെട്ടുവാനുള്ള കയറോടുകൂടിയ ഒരു തോണി ഭവാൻ ഉണ്ടാക്കണം. അതിൽ താങ്കൾ സപ്തർഷികളോടുകൂടി കയറണം. മുമ്പ് ദ്വിജന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ബീജങ്ങളും അതിൽ കയറ്റണം. തോണിയിൽ കയറിയ ഉടനെ എന്നെ സ്മരിക്കണം. ഞാൻ എത്തിക്കോളാം. ഇങ്ങനെ അരുളി ചെയ്തിട്ട് മത്സ്യമൂർത്തി സമുദ്രാന്തർഭാഗത്തേക്ക് മറഞ്ഞു. രാജാവ് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വിത്തുക്കൾ ശേഖരിച്ചു. 7-ാം ദിവസം ലോകമാകെ പ്രളയ സമുദ്രത്തിൽ മുങ്ങാൻ തുടങ്ങി. തിരമാലകൾക്കിടയിൽ കാണപ്പെട്ട തോണിയിൽ രാജാവ് സപ്തഋഷികളോടൊപ്പം കയറി. മുനിമാരുടെ നിർദ്ദേശമനുസരിച്ച് രാജാവ് മത്സ്യാവതാര മൂർത്തിയെ ധ്യാനിച്ചു. അപ്പോൾ കൊമ്പോടുകൂടിയ മത്സ്യമൂർത്തി അവിടെ പ്രത്യക്ഷനായി. നേരത്തെ നിർദ്ദേശമനുസരിച്ച് തോണിയിൽ മത്സ്യത്തിൻ്റെ കൊമ്പിൽ രാജാവ് ബന്ധിച്ചു. ആ പാശത്താൽ കൊമ്പിൽ കെട്ടിയ മത്സ്യം ഉപ്പുവെള്ളത്തിൽ ഊക്കോടെ തോണിയും വലിച്ചു കൊണ്ടുപോയി. പിന്നെ ഹിമവാന്റെ ഉയർന്ന ശൃംഗത്തിലേക്ക് നീങ്ങിയ മത്സ്യം ഉടൻ തന്നെ തോണി ഹിമവൽ ശൃംഗത്തിൽ കെട്ടുവാൻ പറഞ്ഞു. പിന്നീട് ആ മത്സ്യം പറഞ്ഞു, മുനിമാരെ, ഞാൻ പ്രജാപതിയായ ബ്രഹ്മാവാകുന്നു. ഞാനല്ലാതെ മറ്റൊന്നും ഇല്ല. ഞാൻ മത്സ്യരൂപമെടുത്ത് നിങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. മത്സ്യപുരാണം മത്സ്യമൂർത്തിയെ ബ്രഹ്മാവിനു പകരം വിഷ്ണുവായി കാണുന്നു.
മത്സ്യത്തിൽ നിന്നാണ് പുരാണത്തിന് ഈ പേര് ലഭിച്ചത്.